ഇടുക്കി തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ച സംഭവത്തിൽ റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയ നടപടി സ്വാഗതാർഹമെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി. ഉദ്യോഗസ്ഥനെ മാറ്റിയത് ജനാധിപത്യപരമായ നടപടിയെന്ന് സമിതി. ഇന്നലെയാണ് കാളിയാർ റേഞ്ച് ഓഫീസർ TK മനോജിനെ സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി ജോസിൽ ചേർന്നുണ്ട്. ജോസിൽ, നമുക്കറിയാം തൊമ്മൻകുത്തിലെ ഇടവക വിശ്വാസികളൊക്കെ തന്നെ ഈ റേഞ്ച് ഓഫീസർക്കെതിരെ സമരം നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഇടവക വിശ്വാസികൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ കുരിശു പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർന്നിരുന്നു. CPIM-ൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി MP അടക്കമുള്ള ആളുകൾ ഈ കുരിശു പൊളിച്ച സംഭവ സ്ഥലത്ത് എത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഈ ജണ്ടയ്ക്ക് വെളിയിൽ, വനം വകുപ്പ് ഇട്ടിരിക്കുന്ന ജണ്ടയ്ക്ക് വെളിയിലുള്ള പ്രദേശത്ത് ആളുകളുടെ കൈവശ ഭൂമിയിലുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത് എന്ന് ഇവർക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിശക്തമായ പ്രതിഷേധം വനവകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇവർക്ക് ഈ CV വർഗീസ് ആണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ കണ്ട ഒരു പ്രധാന കാര്യം, ഈ കുരിശു സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് വെട്ടിമാറ്റിയ തെങ്ങടക്കം, അതായത് വർഷങ്ങൾ പഴക്കമുള്ള തെങ്ങടക്കം പിഴുതുമാറ്റിയാണ് അവിടെ ഈ കുരിശു സ്ഥാപിച്ചിരുന്നത്. അതായത് കാലങ്ങളായി ആളുകൾ കൃഷി ചെയ്തിരുന്ന ഭൂമിയിലാണ് ഈ കുരിശു സ്ഥാപിച്ചിരുന്നത്. അത് വനഭൂമിയാണെന്നുള്ള വാദം ഈ നേതാക്കൾ പൂർണ്ണമായി തള്ളുകയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ ഇത് വനഭൂമിയാണ് എന്നൊരു റിപ്പോർട്ട് കൊടുത്തു. അതിനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടായി. LDF-ന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടന്നു. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷവും ഈ വലിയ ആഴ്ച, അതായത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം അവിടേക്ക് കുരിശിൻ്റെ വഴി സംഘടിപ്പിച്ച വിശ്വാസികൾക്കും വൈദികർക്കെതിരെ വനം വകുപ്പ് കേസെടുക്കുകയും നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇതിനെതിരെയെല്ലാം ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഇത്തരം പ്രകോപനം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഈ റേഞ്ച് ഓഫീസർക്കെതിരെ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ നടപടിയിലാണ് ഇപ്പോൾ കോതമംഗലം രൂപത സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇത് ജനാധിപത്യപരമായ വിശ്വാസികളുടെ ഈ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ ഈ സമീപനത്തിനെതിരെ സർക്കാരിൻ്റെ ജനാധിപത്യപരമായ നടപടി എന്നാണ് കോതമംഗലം രൂപത ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ വികാരത്തിനൊപ്പം വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് അവിടെ സന്ദർശിച്ച പ്രധാന നേതാക്കന്മാരെല്ലാം വ്യക്തമാക്കിയിരുന്നു. ആ സർക്കാർ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ റേഞ്ച് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് കോതമംഗലം രൂപത വ്യക്തമാക്കുന്നത്. ശ്രീനിധി.